ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീസ് വ്ലോഗ്. ഇന്ന് നമ്മൾ ബീട്രൂട്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ഒരു ഹാഫ് പീസ് ബീട്രൂട്ട് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങ, 4-5 പീസ് ചെറിയുള്ളി, ഹാഫ് പീസ് സവോള, കറിവേപ്പില, 2-3 പീസ് ഇഞ്ചി, ചെറിയൊരു കഷ്ണം പുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് സവോളയും ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്യുക. ഇഞ്ചി, കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് 3-4 പീസ് വറ്റൽമുളകും കൂടെ ആഡ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3 പീസ് ആഡ് ചെയ്തിട്ടുള്ള നല്ല എരിവുള്ള മുളകായതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ ഒന്ന് നന്നായിട്ട് ചൂടാകണം. ഒത്തിരി അങ്ങ് ഡ്രൈ ആവണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് തണുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി കൂട്ടാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.